രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബി ജെ പിയിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു ഔദ്യോഗികമായ പാർട്ടി മാറ്റത്തിന്റെ ആവശ്യവും ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ ഗുണപരമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നു, അല്ലാതെ ഞാനൊരു റൈറ്റ് വിങ് ഹിന്ദുത്വ പൊളിറ്റിക്സിന്റെ ആളായിട്ടല്ല, പകരം അവരോട് ഒരു സഹയാത്രികൻ എന്നുള്ള നിലക്ക് ഇദ്ദേഹത്തിന് അയാളോടൊപ്പം കൂടിച്ചേരാൻ അല്ലെങ്കിൽ ബി ജെ പിയോടൊപ്പം നിൽക്കാനും എന്നാൽ ഉപരാഷ്ട്രപതി പദം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെ വന്നാൽ ഏറ്റവും വലിയ നഷ്ടം പറ്റുക തീർച്ചയായിട്ടും കോൺഗ്രസിനായിരിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് തരൂർ ഇത്രയും കാലം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന പല ആരോപണങ്ങളെയും മറ്റേ നമ്മൾ ബലൂണിനകത്തേക്കുള്ള സൂചി കൊണ്ട് കുത്തിവിടുന്നത് പോലെ എല്ലാ ആരോപണങ്ങളെയും കൃത്യമായിട്ട് കുത്തി അത് ഡിഫ്യൂസ് ചെയ്യാനായിട്ട് തരൂർ സഹായിച്ചിട്ടുണ്ട്. അപ്പം തരൂരിനെ അത്തരത്തിലുള്ള ഒരു പദവിയിലേക്ക് പരിഗണിച്ചാലും ഒരു വലിയ കുഴപ്പമൊന്നും സംഭവിക്കാനില്ല. ബി ജെ പിയുടെ വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു വിജയവും കോൺഗ്രസിന്റെ നഷ്ടവുമായിരിക്കും.